എല്ലാവർക്കും നമസ്കാരം. നവരാത്രി ആശംസകൾ. ഇന്ന് 5ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ 5ാമത്തെ ദിവസത്തിൻ്റെ ദേവതയാണ് സ്കന്ദമാത. സ്കന്ദമാത എന്ന് പറഞ്ഞാൽ സ്കന്ദൻ്റെ മാതാവാണ്. സുബ്രഹ്മണ്യൻ്റെ, മുരുകൻ്റെ അമ്മയായിട്ടുള്ള പാർവതി ദേവി തന്നെയാണ് നവദുർഗകളിൽ ഇന്ന് 5ാമത്തെ ദിവസം സ്കന്ദമാതയായിട്ട് ജനിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് സ്കന്ദമാത ദേവിയുടെ കഥ എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ കേട്ട പോലെ തന്നെ ആദ്യത്തെ വീഡിയോസിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ശിവഭഗവാൻ സതീദേവിയുടെ മരണത്തിന് ശേഷം ഇനി കല്യാണം അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള അറ്റാച്ച്മെൻറ്റും ഇല്ലാതെ ഫുൾ ഡിറ്റാച്ച്ഡ് ആയിട്ട് ഇനി ഇങ്ങനെ ഒരു ബന്ധങ്ങളെ ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ തപസ് ചെയ്തിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അസുരന്മാരായിട്ടുള്ള ശൂരപത്മൻ, അതേപോലെ തന്നെ താരകാസുരൻ, സിംഹവക്ത്രൻ പോലെയുള്ള ഘോരാസുരന്മാർ ഘോരഘോരമായി തപസ് ചെയ്യും. ബ്രഹ്മദേവനോട് നമ്മളെല്ലാ കഥകളിലും കേൾക്കുന്ന പോലെ തന്നെ ബ്രഹ്മദേവനോട് ഞങ്ങൾക്ക് മരിക്കാതിരിക്കാൻ ഉള്ള വരം തരണമെന്ന് പറയും. ബ്രഹ്മദേവൻ സമ്മതിക്കാതിരിക്കും. അപ്പോൾ അവർക്ക് തോന്നിയത് ശിവഭഗവാൻ എന്തായാലും ഇനി കല്യാണം ഒന്നും കഴിക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ശിവഭഗവാൻ ഇനി കുട്ടികളൊന്നും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല, ഡിറ്റാച്ച്ഡ് ആയിട്ട് തപസ് ചെയ്തിരിക്കുകയാണ്, ശിവൻ്റെ പുത്രന് മാത്രമേ ഞങ്ങളെ വധിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടൊരു വരം ചോദിക്കുകയാണ്. ബ്രഹ്മദേവൻ തഥാസ്തു പറയുന്നു. ഇവരുടെ ശല്യം സഹിക്കാൻ വയ്യാതായി, ദേവന്മാരും എല്ലാവരും കൂടിയിട്ട് സഹിക്കാൻ വയ്യാതായി കഴിഞ്ഞപ്പോൾ ആകെ ഒരു മാർഗം എന്തേ ഉള്ളൂ, ശിവഭഗവാന് പുത്രനുണ്ടാവുക എന്നുള്ളതാണ്. അങ്ങനെ ഇവർ ബ്രഹ്മദേവനോട് ചെന്ന് പറയും. ബ്രഹ്മദേവൻ വരം കൊടുക്കുക. നാരദ മഹർഷി പാർവതി ദേവിയെ കാണും. പാർവതി ദേവിക്ക് ഓൾറെഡി ശിവഭഗവാനോട് ഇഷ്ടം ഉണ്ടായിരുന്നു. പാർവതി ദേവിയോട് ഇതേപോലെ തപസ് ചെയ്താൽ, നന്നായി വർഷങ്ങളോളം തപസ് ചെയ്താൽ ശിവഭഗവാനെ കല്യാണം കഴിക്കാനായിട്ട് പറ്റുമെന്ന് പറയും. പാർവതി ദേവി നമ്മൾ കണ്ട പോലെ തന്നെ 2ാമത്തെ ദിവസത്തിൽ ബ്രഹ്മചാരിണിയായിട്ട് തപസ് ചെയ്യുകയും ചെയ്തു. ആ സമയത്ത് കാമദേവൻ ശിവഭഗവാന് നേരെ അമ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ശിവഭഗവാൻ എണീറ്റു. പാർവതി ദേവിയോട് അനുരക്തനായി. പക്ഷേ അതേപോലെ തന്നെ നല്ല ദേഷ്യം വന്നു കാമദേവനോട്. കാരണം തപസ്സിൽ നിന്ന് തപസ് ഭംഗപ്പെടുത്തിയ കാരണം. ഇനി ആ സമയം ശിവഭഗവാനും പാർവതി ദേവിയും വിവാഹം കഴിച്ചു. കുട്ടികളാവുന്നില്ല. അപ്പോൾ പല തരത്തിലുള്ള കഥകളുണ്ട് മുരുകൻ്റെ അല്ലെങ്കിൽ സുബ്രഹ്മണ്യൻ്റെ. ഇവിടെ നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് ഒരു വേർഷനാണ്. കുട്ടികളാവാതെ ഇരുന്നപ്പോൾ ശിവഭഗവാൻ പഞ്ചമുഖിയായിട്ടുള്ള രൂപം എടുക്കുകയും 5 മുഖങ്ങളിൽ നിന്നും പ്രകാശം വരും. ആ പ്രകാശത്തിൻ്റെ കൂടെ പാർവതി ദേവിയുടെ മുഖത്തിൽ നിന്നുമുള്ള ചൈതന്യവും കൂടിയിട്ട് 6 ചൈതന്യം കൂടിയിട്ട് ഒരു ബീജം ഉണ്ടാവുകയും അങ്ങനെ ആ ഒരു ചൈതന്യം അഗ്നിദേവൻ കൊണ്ട് ഗംഗയിൽ കൊണ്ട് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അഗ്നിദേവന് പോലും താങ്ങാൻ പറ്റുന്നില്ല, അത്രയും ചൈതന്യം, അത്രയും ഗംഭീരമായിട്ടുള്ള ചൈതന്യവും ശക്തിയുമായിരുന്നു, ആ ഒരു വെളിച്ചമായിരുന്നു. അപ്പം അങ്ങനെയുള്ള വെളിച്ചം, അങ്ങനെയുള്ള ബീജം, അങ്ങനെയുള്ളൊരു വിത്ത് കൊണ്ട് ഗംഗാദേവിയിൽ സമർപ്പിക്കുകയും ജനിക്കാൻ നേരത്ത്, അത് ഉണ്ടാവാൻ നേരത്ത് പാർവതി ദേവി തന്നെ, കാരണം അമ്മയ്ക്ക് മാത്രമേ അത് സഹിക്കാനായിട്ടും അല്ലെങ്കിൽ കൊണ്ടു നടക്കാനായിട്ട് പറ്റുള്ളൂ, ആ സമയത്ത് നോക്കുകയും ആ സമയത്ത് തന്നെ കാർത്തിക നക്ഷത്രത്തിന് ദേവിമാരായിട്ടുള്ള 6 ദേവിമാരാണ് അമ്മമാരായിട്ട് നിൽക്കുന്നത്. കുഞ്ഞ് ജനിച്ച വഴിക്ക് 6 അമ്മമാരെയും നോക്കുമ്പോൾ 6 തലകൾ ഉണ്ടാവുകയാണ്. അങ്ങനെയാണ് സുബ്രഹ്മണ്യന് ഷൺമുഖൻ എന്നുള്ളൊരു പേരും കൂടി കിട്ടുന്നത്. അങ്ങനെ ഷൺമുഖൻ ഉണ്ടാവുകയും ഷൺമുഖൻ ജനിക്കുകയും അങ്ങനെയുള്ള സ്കന്ദമാതാവ്, സുബ്രഹ്മണ്യൻ്റെ അമ്മയെ പറയുന്നതാണ് സ്കന്ദമാതാവ്. അപ്പം നമ്മൾ സ്കന്ദമാതാവിനെ പൂജിച്ചാൽ സുബ്രഹ്മണ്യനെ പൂജിക്കുന്ന പോലെ തന്നെ വീരശൂര പരാക്രമം സുബ്രഹ്മണ്യൻ്റെ കണ്ടിട്ട്, മുരുകൻ്റെ കണ്ടിട്ട് ഈ അസുരന്മാരെയൊക്കെ വധിച്ചു. ശൂരപത്മനെയും അതേപോലെ തന്നെ താരകാസുരനെയും സിംഹവക്ത്രനെയൊക്കെ വധിച്ചത് കണ്ടിട്ട് ദേവന്മാരുടെ എല്ലാം സൈന്യാധിപനായിട്ട് നിയമിക്കുകയാണ് സുബ്രഹ്മണ്യനെ. അങ്ങനെയുള്ള സ്കന്ദമാതാവിനെയാണ് നമ്മൾ ഇന്ന് 5ാമത്തെ ദിവസം പൂജിക്കുന്നത്, ആവാഹിക്കുന്നത്, നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളുന്നത്. അപ്പോൾ സ്കന്ദമാതാവിൻ്റെ പ്രത്യേകത എന്താ? അനാഹത ചക്രം കഴിഞ്ഞ് വിശുദ്ധ ചക്രത്തിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ തൊണ്ട ഭാഗത്ത്, ത്രോട്ട് ഭാഗത്താണ്. ഇത്രയും നേരം നമ്മൾ ഉള്ളിലുള്ള എല്ലാ ചക്രങ്ങളെയും എല്ലാ ഭാഗങ്ങളെയും നമ്മൾ ശുദ്ധീകരിച്ചു, മനസ്സ് ശുദ്ധമാക്കി, ചിന്തകൾ ശുദ്ധമാക്കി, അങ്ങനെ ഉള്ളിലുള്ള എല്ലാ ഓർഗൻസിനെയും നമ്മൾ ശുദ്ധമാക്കി നമ്മുടെ പേടി കളഞ്ഞു, ഭയം കളഞ്ഞു, നമ്മുടെ ഉള്ളിലുള്ള മാസ്കുലിനിറ്റി കൊണ്ടുവന്നു, ഫെമിനൈനായിട്ടുള്ള എനർജീസ് നമ്മൾ ഉണർത്തി. ത്രോട്ട് ചക്രയിൽ വരുന്ന സമയത്ത്, വിശുദ്ധ ചക്രത്തിൽ വരുന്ന സമയത്ത് നന്നായി സംസാരിക്കാൻ പറ്റാൻ, മധുരമായി സംസാരിക്കാൻ പറ്റാൻ, പറയുന്ന ഓരോ വാക്കും ചിന്തിച്ച് ഹൃദയത്തിലൂടെ കടത്തിവിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ വേറൊരാൾക്ക് ഉപകാരം ഉണ്ടാവുമോ എന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ. അതുകൊണ്ട് തന്നെ വിശുദ്ധ ചക്രം അത്രയും അധികം ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. ആ ചക്രത്തിൻ്റെ ദേവതയാണ് സ്കന്ദമാത. നവദുർഗകൾ എടുത്ത് നോക്കുമ്പോൾ സ്കന്ദമാതയാണ് ഇത്രയും ഈ ഒരു മാതൃഭാവം തുളുമ്പുന്നത്. സ്കന്ദമാതാവിൻ്റെ വാഹനം സിംഹമാണ്. അതേപോലെ തന്നെ ലോട്ടസിൽ, താമരയിലാണ് സ്കന്ദമാത ഇരിക്കുന്നത്. 4 കൈകളാണ്. ഒരു കയ്യിൽ സ്കന്ദകുമാരനെ പിടിച്ചിരിക്കുന്നു, സുബ്രഹ്മണ്യനെ പിടിച്ചിരിക്കുന്നു. 2 കൈകളിൽ നമ്മുടെ ലോട്ടസ് താമര പിടിച്ചിരിക്കുന്നു, ഒരു കൈ കൊണ്ട് അനുഗ്രഹിക്കുന്നു. അങ്ങനെ 4 കൈകളുള്ള മാതാവാണ്.
മാതൃത്വം തുളുമ്പുന്ന മാതാവാണ് സ്കന്ദമാത. ഇങ്ങനെയുള്ള സ്കന്ദകുമാരനെ ജന്മം കൊടുക്കാൻ എൻ്റെ ഉള്ളിലുള്ള ഈ മാതൃത്വം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രമല്ല, പുരുഷന്മാരുടെ ഉള്ളിലുണ്ട്. ഒരു കുഞ്ഞിനെ കാണുമ്പോൾ കൊഞ്ചിക്കാൻ തോന്നുന്നത്, ചിരി വരുന്നത്, ഒരു പൂവ് കാണുമ്പോൾ ഇഷ്ടം തോന്നുന്നത്, അതേപോലെ തന്നെ പുതിയ എന്തെങ്കിലും ജന്മം കൊടുക്കാനായിട്ട് പറ്റുന്നത് മാതാവിന്. അപ്പോൾ ഈ മാതാവ് എന്നുള്ള ശക്തി എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്, സ്ത്രീകൾക്കും ഉണ്ട് പുരുഷന്മാർക്കും ഉണ്ട്. ആ മാതാവിന് ജന്മം കൊടുക്കാനായിട്ട് സാധിക്കണം. ആ മാതാവ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മറ്റുള്ളവരുടെ വിഷമങ്ങളും അല്ലെങ്കിൽ മറ്റുള്ളവരെ മനസ്സിലാക്കാനും അതനുസരിച്ച് പെരുമാറാനും സാധിക്കും. നമ്മുടെ ത്രോട്ട് ചക്ര ഓപ്പൺ ആവും. ത്രോട്ട് ചക്ര ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം, എപ്പോഴും നമ്മൾ പറയില്ലേ, സരസ്വതി ദേവിയെ പ്രാർത്ഥിച്ചിട്ട് വേണം പോകാനായിട്ട്. കാരണം പറയുന്ന കാര്യങ്ങൾക്ക് അത്രയും തെളിച്ച് നമുക്ക് കാര്യങ്ങൾ പറയാൻ, ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് പറയാൻ സാധിക്കാനായിട്ട് പറ്റണമെങ്കിൽ സരസ്വതി ദേവിയുടെ അനുഗ്രഹം വേണമെന്ന്. അതേപോലെ തന്നെ നമ്മളിവിടെ സ്കന്ദമാതാവ്, പാർവതി ദേവി സ്കന്ദമാതാവ് ആ രൂപത്തിലേക്ക് വന്ന ദുർഗയെ നമ്മൾ ഈ ദിവസം, ഈ ഒരു 5-ാമത്തെ ദിവസം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. സ്കന്ദമാതാവിലൂടെ ആ മാതൃത്വവും ആ സ്നേഹവും ആ ധൈര്യവും നമുക്ക് കിട്ടാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല രീതിയിൽ നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റാൻ 5 ദിവസം കൊണ്ട് നമ്മളിലുണ്ടായ മാറ്റങ്ങൾ ഇനിയും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ ഉണ്ടാവണം. 9-ാമത്തെ ദിവസം എത്തുന്ന സമയത്ത് നമ്മൾ വിജയദശമി എത്തുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ അസുരന്മാരെയും നമുക്ക് നിഗ്രഹിക്കാൻ പറ്റണം. 4 യുഗങ്ങളാണ് നമുക്ക്. സത്യുഗം അല്ലെങ്കിൽ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. സത്യയുഗത്തിൽ തപസ്സൊക്കെ അനുഷ്ഠിക്കണമായിരുന്നു നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടണമെങ്കിൽ. അന്ന് അസുരന്മാർ ആക്രമിക്കും, അങ്ങനെയായിരുന്നു. 2, നമ്മൾ ത്രേതായുഗത്തിലെത്തിയ സമയത്ത് രാക്ഷസന്മാരുണ്ട് അല്ലേ, രാക്ഷസന്മാർ നമ്മളെ വന്നു കഴിഞ്ഞിട്ട് ആക്രമിച്ചു തുടങ്ങി. ഇങ്ങനെ അതേപോലെ തന്നെ ഈ തപസ് അനുഷ്ഠിച്ചാൽ, ആ സമയത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുകയും തപസ് അനുഷ്ഠിക്കുകയൊക്കെ ചെയ്താൽ യാഗങ്ങൾ നടത്തണമായിരുന്നു ഭഗവാന്റെ അനുഗ്രഹം കിട്ടാനായിട്ട്. ഇനി നമ്മൾ ദ്വാപരയുഗത്തിലെത്തിയ സമയത്ത് എന്തുണ്ടായി? ചേട്ടനനിയന്മാർ തമ്മിലായി യുദ്ധം. അതായത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും രാക്ഷസന്മാരെന്നുള്ളതും മനുഷ്യൻ എന്നുള്ളത് ദേവൻ എന്നുള്ളതൊക്കെ ചേട്ടനനിയന്മാർ തമ്മിൽ തന്നെ. കലിയുഗം എത്തിയപ്പോൾ എൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ ഒരു അസുരനും അല്ലെങ്കിൽ ഈ ഒരു രാക്ഷസനും നന്മയും തിന്മയൊക്കെ ഉള്ളത്. അപ്പോൾ ആ തിന്മയെ അകറ്റി നന്മയിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കണം. അതിന് സ്കന്ദമാത നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം.